അപ്പോൾ വലിയ ആത്മവിശ്വാസം. അവരിപ്പോഴും പറയുന്നത് BJP ആണ് രണ്ടാമത് വരുന്നതെന്ന് ഊന്നി പറയാൻ ശ്രമിക്കുകയാണ്. BJP ആണ് രണ്ടാം സ്ഥാനത്തേക്ക് വരിക എന്നുള്ളത് അവർ ഊന്നി അതൊരു തന്ത്രമാണ്, ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രം കൂടിയാണ്. കാരണം BJP മൂന്നാമത് പോകും എന്നുള്ള ഒരു ചിന്തയുണ്ടെങ്കിൽ സ്വാഭാവികമായും ഇടതുമുന്നണിക്ക് പോകുന്ന സെക്യുലർ വോട്ടുകൾ അങ്ങോട്ട് തന്നെ പോകും. അത് പോകാതിരിക്കാനുള്ള ഒരു തന്ത്രം തെരഞ്ഞെടുപ്പ് തന്ത്രം. അതിപ്പോൾ പുതിയ തന്ത്രമല്ല, അത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഈ നിലയ്ക്ക് മത്സരം നടക്കുന്ന എല്ലാ സ്ഥലത്തും ആ തന്ത്രം ആ നിലയ്ക്ക് തന്നെ അവർ പ്രയോഗിക്കാറുണ്ട്. മാത്രമല്ല സനീഷ് പറഞ്ഞ ഒരു കാര്യം, സരിൻ്റെ പേര് പറയാതിരിക്കാൻ വളരെ ശ്രദ്ധിച്ചു എന്നുള്ളതാണ്. നമ്മുടെ പ്രതിപക്ഷ നേതാവുമായിട്ട് ഇന്റർവ്യൂവിൽ സംസാരിക്കുമ്പോൾ പോലും ആ പേര് പറയില്ല, പേര് പറയാതെയാണ് മറ്റു കാര്യങ്ങൾ പറയുക. അങ്ങനെ എന്താണ് അവഗണനയാണ് ഞങ്ങളുടെ തന്ത്രം എന്നുള്ളത്. അത് അനുകൂലമായോ പ്രതികൂലമായോ എന്നുള്ളത് എന്തായാലും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കാണണം. അല്ല, രണ്ടാമതെത്തിയാൽ പോലും അത് ഈ പറഞ്ഞ പോലെ വലിയൊരു വിജയമാണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെയാണല്ലോ പരിപാടിയിൽ നമ്മൾ ശ്രദ്ധിച്ചു. അതായത് വരുന്ന UDFന്റെ പ്രതിനിധികൾ ആരും എല്ലാവരും പറയുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, ഞങ്ങളും BJP തമ്മിലാണ് മത്സരം. അവർ മൂന്നാം സ്ഥാനത്ത് പോലും ഇല്ല. പക്ഷെ അതിനകത്ത് വേറൊരു കൗതുകം, ഞാനത് പ്രതിപക്ഷ നേതാവിനും ചോദിച്ചാണ്. ഈ ഇന്റർവ്യൂ ആരംഭിച്ച് അവസാനിക്കുന്നത് വരെ, അല്ലെങ്കിൽ മറ്റു നേതാക്കളുടെ പ്രചാരണ രംഗത്തെല്ലാം അവർ സംസാരിക്കുന്നത് പ്രധാനമായും സരിനെതിരെയാണ്, അല്ലെങ്കിൽ ഇടതുമുന്നണിക്കെതിരെയാണ്. സരിനെതിരെയല്ല, ഇടതുമുന്നണിക്കെതിരെയാണ്. അറ്റാക്ക് പൂർണ്ണമായും ഇടതുമുന്നണിക്കെതിരെയാണെന്നുള്ള പ്രശ്നമുണ്ട്. അതായത് ഇവർ പറയുന്നത് മത്സരം നടക്കുന്നത് UDFും NDAയും തമ്മിലാണെന്നാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ അതെ വിഷയങ്ങൾ ഇവർ തമ്മിലായിരുന്നു. പിന്നെ വിഷയങ്ങൾ രൂപപ്പെട്ടതും അങ്ങനെയായിരുന്നു. അതാണ് BJPയും LDFും UDF അല്ല BJPയും തമ്മിൽ മത്സരം എന്ന് പറയുമ്പോഴും മുരളീധരനും ചെന്നിത്തലയും ഒക്കെ വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്.